എൻട്രി എടുത്തതിന് ശേഷം ഓരോ ആൾക്കാരും ചോദിക്കും നീ വീട്ടിൽ നിന്ന് ഒരു പണിക്ക് പോകുന്ന ചോദിക്കുമായിരുന്നു. ഞാൻ വീട്ടിൽ നിന്ന് പഠിക്കുന്നവരൊക്കെ അറിയില്ല, ഞാൻ അറിയിച്ചില്ല സത്യം പറഞ്ഞാൽ. ഇപ്പൊ എന്നെ പോലെ ഇപ്പൊ എന്റെ ഒരു സ്കിൻ അറിയാലോ, ഇത് ആൽബിനസ് എന്നാണ് പറയുന്നത്. എല്ലാവരും പൊതുവെ കാണുമ്പോൾ എനിക്ക് സായിപ്പാണെന്ന് വിചാരിക്കുള്ളൂ. ഡോക്ടർ പറഞ്ഞ അനുസരിച്ചിട്ട് 10,000 ഒരാൾ എന്നെ പോലെ ഒരാളുണ്ടാവുന്ന പറയുന്നത്. എന്റെ പേര് അരുൺ, ഞാൻ വയനാട് സുൽത്താൻ ബത്തേരിയിൽ നിന്നാണ് വരുന്നത്. +2 കഴിഞ്ഞ ശേഷം നേരെ പോകുന്നത് ഹോട്ടൽ മാനേജ്മെന്റ് പഠിക്കാനാണ്. പഠനം തീരാറാകുമ്പോഴത്തേക്ക് തന്നെ നമുക്ക് ഷാർജ ചെയ്ത് ഒരു ഇന്റർവ്യൂ കിട്ടുന്നു. അതിൽ ഞാൻ പാസ്സായി. ഞാൻ പാസ്പോർട്ട് എടുത്ത് പോകാൻ നിന്നതാണ്. പെട്ടെന്ന് തന്നെ നമുക്ക് വീട്ടുകാരെ പിരിയുന്ന ഒരു ഇതൊക്കെ ഉണ്ടാവുമല്ലോ. പിന്നെ ആ സമയത്ത് നമുക്ക് വിഷമായി പോകണ്ടെന്നായി ഹോട്ടൽ മാനേജ്മെന്റ് നിർത്തി വന്നു. അങ്ങനെയാണ് പിന്നെ PSC വരുന്നത്. എനിക്ക് പൊതുവെ കാഴ്ചയ്ക്ക് പ്രശ്നമുണ്ട് കേട്ടോ. അപ്പോൾ ഒരു ക്ലാസ്സിൽ പോകുമ്പോൾ അറിയാലോ, എനിക്ക് ഫസ്റ്റ് ബെഞ്ചിൽ ഇരുന്നാൽ പോലും ബോർഡത്തെ നമുക്ക് എഴുതുന്ന കാണില്ല. അതിന്റെ ബുദ്ധിമുട്ട് എനിക്ക് ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഞാൻ അവിടെ നിന്ന് നമുക്ക് നിർത്തി. റാങ്ക് ഫയൽ നോക്കിയിട്ടാണ് നമ്മൾ വീട്ടിൽ ഇരുന്നിട്ടാണ് മാത്സിന്റെ ഓരോ സബ്ജക്റ്റ് ഒക്കെ പഠിച്ചുകൊണ്ടിരുന്നത്. പിന്നെ യൂട്യൂബ് വീഡിയോസ് ഒക്കെ നോക്കും. അങ്ങനെയാണ് ഞാൻ സത്യം പറഞ്ഞത് എൻട്രീൻ്റെ ഇതാകുന്നത്. ജുബീന മിസ്, ആ മിസ് ഞാൻ ഒരിക്കലും മറക്കില്ല. മലപ്പുറത്തുള്ള ആ മിസ്സാണ് എന്നെ ഇങ്ങോട്ട് വിളിച്ചത്. എൻ്റെ അടുത്ത് പറഞ്ഞു ഇങ്ങനെ എൻട്രി ആപ്പത്തെ ഒരു ക്ലാസ് കണ്ടായിരുന്നില്ല, എൻട്രി ചേരാൻ താല്പര്യം ചോദിച്ചു. അങ്ങനെയാണ് ഞാൻ എൻട്രി ചേരുന്നത്. എൻ്റെ ഒരു ജീവിത സാഹചര്യം പറയുകയാണെങ്കിൽ ഞങ്ങൾ ഒരു പാവപ്പെട്ട കുടുംബമാണ്. 2 അനിയന്മാരുണ്ട്. എൻ്റെ അമ്മ 3-ാമത് വീട്ടിൽ പണിയെടുത്തിട്ടാണ് ജീവിക്കുന്നത്. അമ്മേൻ്റെ ഒരു പൈസ അറിയാതെ ഒരു ദിവസം കൂലി എന്ന് പറയുന്നത് 300-400 രൂപ ആയിരിക്കും. ഒരു ആൺകുട്ടിയാകുമ്പോൾ ഒരു ഇത്ര വയസ്സ് നമുക്ക് അമ്മേൻ്റെ അടുത്ത് പൈസ വയ്ക്കുന്നൊരു ബുദ്ധിമുട്ടുണ്ടാവുമല്ലോ. അപ്പോൾ എൻട്രീൻ്റെ ക്ലാസ് തുടങ്ങിയ ശേഷം ഞാൻ ശനി ഞായർ ദിവസം കാറ്ററിംഗ് പോയിട്ടാണ് നമ്മളെ കാര്യങ്ങൾ ഇതാക്കിയിരുന്നത്. എനിക്ക് സ്കിന്നിന് കട്ടി കുറവാണ്. എനിക്ക് ഇപ്പോൾ വെയിലത്ത് പണിയെടുക്കാനും അതിനൊന്നും പറ്റില്ല. ഭാവിയിൽ ക്യാൻസർ ഉണ്ടാവുന്ന പറഞ്ഞു. ഔട്ട് സൈഡ് നോക്കാൻ ഇൻസൈഡിലുള്ള ജോബ് നോക്കാനുള്ള കാരണം അത് തന്നെയാണ്. അപ്പോൾ എനിക്ക് ഇത്ര കഷ്ടപ്പെട്ടാലും ഒരു PSC ജോബ് കിട്ടുന്നതായിരിക്കും ഏറ്റവും കംഫർട്ട് എന്ന് എനിക്ക് തോന്നുന്നുണ്ടാണ് ഈ പ്ലാറ്റ്ഫോം തിരഞ്ഞെടുക്കാൻ കാരണം. അതുകൊണ്ട് തന്നെ എൻട്രി ടീമിനോടും എൻ്റെ ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറഞ്ഞു. താങ്ക് യു. കണ്ണൂർ ജില്ലയിൽ LGS-ന്റെ 2ാം റാങ്ക് കരസ്ഥമാക്കിയ അരുൺ KD. സർക്കാർ ജോലിയാണ് നമുക്ക് ആഗ്രഹിക്കുന്നതെങ്കിൽ നമുക്ക് ഏറ്റവും സുരക്ഷിതവും ഏറ്റവും സെക്യൂർഡ് ആയിട്ടുള്ള പ്ലാറ്റ്ഫോമാണ് എൻട്രി ആപ്പ് എന്നാകുന്നത്. കാരണം അതിനൊരു ഉദാഹരണമാണ് ഞാൻ. PSC ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ കണ്ണും പൂട്ടി നമുക്ക് വിശ്വസിക്കാവുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് എൻട്രി.